നമ്മൾ ഊട്ടിയിലും മൂന്നാറിലും ഒക്കെ പോകുമ്പോൾ ഈ ഇലയോടുകൂടിയുള്ള ക്യാരറ്റ് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും വാങ്ങാനൊരു മടിയാണല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇല വീട്ടിലെത്തുമ്പോഴേക്കും വാടിപ്പോകും എന്നാണ് എല്ലാവരുടെയും സംശയം. എന്നാൽ ഒരു സംശയവും വേണ്ട, ഇത് 3-4 ദിവസം നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടും വാടാതെ ഇരിക്കും. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വാടിയതുപോലെയുണ്ട്. ഇത് 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഇലയാണ്. 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. കുറച്ചൊന്ന് വാടിപ്പോയിട്ടുണ്ട്, അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി കളഞ്ഞതിന് ശേഷം ബാക്കി നമുക്കെടുത്ത് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഇട്ട് വച്ചിരുന്നാൽ മതി. പഴയ പോലെ നല്ല പച്ച കളറോടുകൂടി ഈ ഇല നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ തണ്ട് മുറിച്ച് കളയേണ്ട ആവശ്യമില്ല, അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിത് തോരൻ വയ്ക്കാവുന്നതാണ്. തോരൻ വയ്ക്കാനായിട്ട് നമുക്ക് ഇതിൽ കൂടുതൽ എണ്ണയോ ഒന്നും ചേർക്കണ്ട. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നമുക്ക് തോരൻ തയ്യാറാക്കാവുന്നതാണ്. എണ്ണ ചേർത്തില്ല എന്ന് വെച്ചാൽ ഇതിൽ യാതൊരുവിധ രുചിക്ക് മാറ്റം വരികയോ ഒന്നുമില്ല. നല്ല രുചിയും പ്രത്യേക ഒരു മണവും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ തോരൻ നമുക്ക് കഴിക്കാനായിട്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു പാത്രത്തിലേക്കിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് സവാള കൂടി ചെറുതായിട്ട് അരിഞ്ഞത് മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മതി. വെള്ളമെല്ലാം വറ്റുമ്പോഴേക്കും നമുക്ക് നല്ലതുപോലെ ഇത് വെന്ത് കിട്ടും. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അടപ്പ് തുറന്ന് നോക്കിയത്. വെള്ളമെല്ലാം ഏതാണ്ട് വറ്റിയിട്ടുണ്ട്, ഒട്ടും വെള്ളം അവശേഷിച്ചിട്ടില്ല. ഈ ഇലയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ ഈ ഇലയ്ക്ക് ഒരു പ്രത്യേക മണമാണ് കേട്ടോ. സാധാരണ നമ്മൾ വയ്ക്കുന്ന ചീരയുടെ അങ്ങനെയൊന്നുമല്ല, ഈ ഇലയ്ക്കൊരു പ്രത്യേക മണവും രുചിയും കൂടിയാണ്. അപ്പം ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നമ്മൾ സാധാരണ തോരനരയ്ക്കുന്ന അതേ അരപ്പ് തന്നെ ഇട്ടാൽ മതി. നിങ്ങൾക്ക് കടുക് വറുക്കണം താളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താളിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിതിലിപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെയാണ് ഞാൻ ഈ തോരൻ റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ തണ്ടും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഈ തോരൻ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തണ്ടിൻ്റെ വേവ് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇലയുടെ കൂടെ തന്നെ ഈ തണ്ടും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തണ്ട് ഒരു കാരണവശാലും കളയരുത്. തണ്ടിനും നല്ല ഒരു രുചിയാണ്, ഒട്ടും കയ്ക്കത്തില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലുള്ള ക്യാരറ്റിൻ്റെ ഇലയോട് കൂടിയിട്ടുള്ള ക്യാരറ്റ് കിട്ടിയാൽ വാങ്ങി തയ്യാറാക്കി കഴിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത്. അതുപോലെ ക്യാരറ്റിന് ഉള്ള അതേ ഗുണങ്ങളൊക്കെയാണ് ഈ ഇലയിലും അടങ്ങിയിട്ടുള്ളത്. എല്ലാവരും ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഇന്ന് നമുക്ക് കിട്ടണ സമയത്ത് വാങ്ങി തയ്യാറാക്കി കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഇടാനായിട്ട് മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ലൈക്ക് അടിക്കാനും മറന്നുപോകരുത്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് 7-8 മാസത്തോളമായി. ഇനി കണ്ടിന്യൂസ് ഇടാനായിട്ടാണ് പ്ലാന്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.